ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. മത്തായി 8-ന്റെ 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം വ്യത്യസ്ത രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകുന്നതും മരിച്ചവരെ ഉയിർപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നു. എന്നാൽ എന്താണ് ഈ ഭൂതഗ്രസ്തർ എന്നതിനെക്കുറിച്ച് പല നിർവചനങ്ങളും അനുമാനങ്ങളും ചില സത്യങ്ങളുമൊക്കെ പ്രചാരത്തിലുണ്ട്. കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭൂതോപദ്രവം എന്ന ആ ഒരു തലക്കെട്ടിൽ വ്യത്യസ്തരായ ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെയുള്ള ആളുകൾ ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നതും വസ്തുതയാണ്. നമ്മൾ അധിവസിക്കുന്ന ഭൂമിയെ പോലെയുള്ള അനേകം ഗോളങ്ങൾ ഒരിക്കൽ, അതായത് യുഗങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലൂസിഫർ എന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ സാത്താന്റെ പ്രതിനിധി, സാത്താന്റെ തലവൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന ലൂസിഫർ ഈ പ്രധാന ദൂതന്റെ ഭരണച്ചുമതലയിലായിരുന്ന ഒരാളാണ്. അവൻ അനേകം അനുയായികളും ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ നിന്നും ഗ്രഹിക്കുന്നു. എന്നാൽ അവന്റെ അഹങ്കാരം, അതായത് ദൈവ സമനായി തീരാം എന്നുള്ള ആ ഒരു വലിയ വാഞ്ചയും മത്സരവും നിമിത്തം സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളി. ഇങ്ങനെ പുറന്തള്ളപ്പെട്ട ലൂസിഫർ വൈരാഗ്യബുദ്ധിയുള്ള ആളായി മാറുകയും അന്നു മുതൽ ദൈവത്തോട് ശത്രുതയിലായി. അതായത് അന്ധകാര ശക്തിയുടെ തലവനായി, ഉടമയായി മാറി എന്ന് ചില തെളിവുകളില്ലാത്ത അനുമാനങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇപ്പം എന്തായാലും സ്വാഭാവിക ബുദ്ധിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു തരം സ്പ്ലിറ്റഡ് പേഴ്സണാലിറ്റിയിലേക്ക് തെന്നി വീഴുന്ന ആളുകളെല്ലാം ഇത് ഭൂതഗ്രസ്തർ എന്ന വിഭാഗത്തിലാണ് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ കാലത്ത് അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന മിനിസ്ട്രി കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആരംഭിച്ചു. ഇന്നും ദൈവനാമത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും വിടുതലുകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവീക അനുവാദമില്ലാതെ മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്നും ഇങ്ങനെയുള്ള ചില ആത്മാക്കൾ, അല്ലെങ്കിൽ അനിർവചനീയമായിട്ടുള്ള ചില ശക്തികൾ ആരെയും വിഷമിപ്പിക്കില്ല എന്ന് ഗദരദേശത്തെ ഭൂതഗ്രസ്തന് സൗഖ്യം കൊടുക്കുന്നതിലൂടെ നമ്മൾ കാണുന്നു. അവിടെ ലഗ്യോൻ എന്നാണ് തന്നെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. തൻ്റെ ആളത്വം അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഏറെക്കുറെ 6000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു റെജിമെന്റിന്റെ പേരായിരുന്നു, പട്ടാള റെജിമെന്റിന്റെ പേരായിരുന്നു ലഗ്യോൻ. ഈ ഭൂതഗ്രസ്തൻ കർത്താവിനോട് തൻ്റെ പേര് പറയുമ്പോൾ, എൻ്റെ പേര് ലഗ്യോൻ എന്നും ഞങ്ങൾ പലരാകുന്നു എന്നും പറയുന്നു. അപ്പോൾ സ്വന്തം ആളത്വം അല്ലെങ്കിൽ വ്യക്തിത്വം അപഹരിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഈ ഭൂതഗ്രസ്തന് സമനാണ്
പല കാര്യങ്ങൾ കൊണ്ട് സാമൂഹികമായും രാഷ്ട്രീയമായും ആത്മീയമായും ഒക്കെ ആളത്വങ്ങൾ അപഹരിക്കപ്പെട്ടവരുടെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു വിടുതൽ, ഒരു മാറ്റം വരുത്താൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമല്ലാതെ, ആ ഒരു വെളിച്ചമല്ലാതെ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും അധികാരമില്ല എന്ന് വിശുദ്ധ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. 17-ാം വാക്യത്തിൽ പറയുന്നത് യെശയ്യാപ്രവാചകന്റെ ഒരു വചനത്തിന്റെ നിവൃത്തിയാണ് എന്നാണ്. യെശയ്യാവ് 53-ന്റെ 4-ാമത്തെ വാക്യമാണ്. കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ 3 വശങ്ങൾ കാണിക്കുന്നു. ഒന്നാമത്, നീതിമാനായ മനുഷ്യൻ എന്ന നിലയിൽ നാമും അവനെ പോലെ കഷ്ടമനുഭവിപ്പാൻ വരം അല്ലെങ്കിൽ പദവി ലഭിച്ചിരിക്കുന്നു എന്നുണ്ട്. രണ്ടാമത്, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. ഈ വേദഭാഗം മത്തായി 8:17 ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും അവൻ നമ്മുടെ വേദനകളിലും സങ്കടങ്ങളിലും പ്രവേശിച്ച് അവ തൻ്റെ മേൽ വഹിക്കുന്നതായി തെളിയുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഒരിക്കൽ മരിച്ചു. മൂന്നാമത്, കർത്താവ് വേദന സഹിച്ചത് നമ്മുടെ പാപവാഹകനായിട്ടാണ്. ഇക്കാര്യത്തിൽ അവൻ ഏകനായി നിലകൊള്ളുന്നു. നമ്മളെല്ലാം കർത്താവിൻ്റെ വിടുതൽ ശുശ്രൂഷയുടെ ഭാഗമാണ്. നമുക്ക് കർത്താവ് പാപരോഗത്തിൽ നിന്ന് വിടുതൽ നൽകാൻ സ്വന്തം ജീവനെ നൽകി എന്നതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. കർത്താവ് നമ്മുടെ ആളത്വത്തെ വീണ്ടും തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്ന പക്ഷം നമ്മുടെ ആളത്വത്തിന് കൂടുതൽ അർത്ഥം കൈവരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ വ്യക്തിപരമായി, ആളത്വപരമായി അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പാപ രോഗങ്ങൾക്കും ശാപങ്ങൾക്കും വിടുതൽ നൽകിയ ദൈവമാണല്ലോ. ആ ഒരു വിശ്വാസത്തിൽ കുറച്ചുകൂടെ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഏകദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.